ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവ് എത്ര അത്ഭുതവാനാണ്, എത്ര അതിശയകരമായ വഴിയിലൂടെയാണ് നമ്മെ നടത്തുന്നത്. ഓരോ ദിവസവും നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അത്ഭുതവാനാണ് എൻ്റെ ദൈവം, അതിശയമായ എൻ്റെ ഉള്ളിൽ വന്നു. അത്ഭുതവാനാണ് എൻ്റെ ദൈവം, അതിശയമായ എൻ്റെ ഉള്ളിൽ വന്നു. പരിശുദ്ധ വചനത്തിൽ തൊടുന്നതെല്ലാം അത്യത്ഭുതത്തിൻ അതിശയങ്ങൾ. പരിശുദ്ധ വചനത്തിൽ തൊടുന്നതെല്ലാം അത്യത്ഭുതത്തിൻ അതിശയങ്ങൾ. അത്ഭുതവാനാണ് എൻ്റെ ദൈവം. ആകാശം വിരിച്ചത് അത്യത്ഭുതമേ, അതിനപ്പുറമുള്ളതൊക്കെ അതിശയമേ. ആകാശം വിരിച്ചത് അത്യത്ഭുതമേ, അതിനപ്പുറമുള്ളതൊക്കെ അതിശയമേ. സ്വർഗതങ്കത്തെരുവീതിയും മനോഹര ഹർമ്മ്യങ്ങളും നമുക്കായൊരുക്കിടുന്ന അത്ഭുതങ്ങൾ. സ്വർഗതങ്കത്തെരുവീതിയും മനോഹര ഹർമ്മ്യങ്ങളും നമുക്കായൊരുക്കിടുന്ന അത്ഭുതങ്ങൾ. അത്ഭുതവാനാണ് എൻ്റെ ദൈവം. കുഷ്ഠം മാറി 10 പേർക്കും അത്യത്ഭുതമേ, മടങ്ങി വന്നു നന്ദി പറഞ്ഞവൻ അതിശയമേ. കുഷ്ഠം മാറി 10 പേർക്കും അത്യത്ഭുതമേ, മടങ്ങി വന്നു നന്ദി പറഞ്ഞവൻ അതിശയമേ. ജീവിതത്തിൽ ലഭിച്ച നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലാം അത്ഭുതവാൻ യേശുനാഥന്. ജീവിതത്തിൽ ലഭിച്ച നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലാം അത്ഭുതവാൻ യേശുനാഥന്. അത്ഭുതവാനാണ് എൻ്റെ ദൈവം. കരങ്ങളാൽ നമ്മെ സൃഷ്ടിച്ചത് അത്യത്ഭുതമേ, ജീവൻ തന്നു വീണ്ടെടുത്തു അതിശയമേ. കരങ്ങളാൽ നമ്മെ സൃഷ്ടിച്ചത് അത്യത്ഭുതമേ, ജീവൻ തന്നു വീണ്ടെടുത്തത് അതിശയമേ. നിത്യകാലം നാം ഒന്നായി ആനന്ദിച്ചാർത്തിടാം, കർത്താവിൻ സന്നിധിയിൽ ആരാധിച്ചിടാം. നിത്യകാലം നാം ഒന്നായി ആനന്ദിച്ചാർത്തിടാം, കർത്താവിൻ സന്നിധിയിൽ ആരാധിച്ചിടാം. അത്ഭുതവാനാണ് എൻ്റെ ദൈവം, അതിശയമായ എൻ്റെ ഉള്ളിൽ വന്നു. പരിശുദ്ധ വചനത്തിൽ തൊടുന്നതെല്ലാം അത്യത്ഭുതത്തിൻ അതിശയങ്ങൾ. പരിശുദ്ധ വചനത്തിൽ തൊടുന്നതെല്ലാം അത്യത്ഭുതത്തിൻ അതിശയങ്ങൾ. അത്ഭുതവാനാണ് എൻ്റെ ദൈവം. നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനം 71:7. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. സങ്കീർത്തനം 71:7. നമുക്കറിയാം, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 139 സങ്കീർത്തനത്തിൽ, എന്നെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചു. അതെ, നിൻ്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതകരമാണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പാപി യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ഈ ഭൂമിയിലും സ്വർഗത്തിലും ഒരു അത്ഭുത വ്യക്തിയാണ്. അതെ, അത്ഭുത ദൈവ പൈതലാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് രോഗം മാറി സൗഖ്യമായാൽ നാം പറയും, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അനേക പ്രതിസന്ധികളിൽ നാം വിജയിച്ചു മുന്നേറിയാൽ അത് അത്ഭുതമല്ലേ?
അതെ, ഒരു വ്യക്തി എന്നെ അടിക്കാൻ വന്നു അല്ലെങ്കിൽ എന്നെ അടിച്ചു എന്നാൽ ഞാൻ തിരിച്ചടിക്കാതെ ദൈവം എന്നെ കാത്തു എന്ന് പറയാം. ഇതും അത്ഭുതമല്ലേ? ഓക്കെ. അപ്പം അതുപോലെ മിക്കവരും പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് ജയിച്ചു. എന്നാൽ ഞാൻ കോപ്പി അടിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു, അതുപോലെ പഠിച്ചു, പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിച്ചു. ഇതും അത്ഭുതമല്ലേ? ദൈവത്തെ അറിയാമായിരുന്നിട്ടും അനുസരണം കെട്ട് മദ്യപിച്ച് മയക്കുമരുന്ന് കഴിച്ച് ശരീരമൊക്കെ നശിപ്പിച്ചെടുത്ത് ഒടുവിൽ ദൈവശബ്ദത്തിലേക്ക് അനുഗമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെടാറുണ്ട്, അല്ലേ? എന്നാൽ അനേക പ്രലോഭനങ്ങൾ ചുറ്റിലുണ്ടായിട്ടും വീഴാതെ താഴാതെ അശുദ്ധിയിൽ പെടാതെ സകല ജാഗ്രതയോടും ഹൃദയത്തെ കാത്തുകൊണ്ട് എൻ്റെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ് എന്ന് ഓർത്തുകൊണ്ടും അനേക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്നു എന്നതും എത്ര അത്ഭുതകരമായ കാര്യമാണ്, അല്ലേ? ഇങ്ങനെ അതേ വചനാടിസ്ഥാനത്തിൽ നാം ആശ്രയിച്ച് മുന്നേറുമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുത്താൽ, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുത്താൽ, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ചാൽ അത് അത്ഭുത വിഷയം തന്നെയാണ്, അല്ലേ? ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും വല്ലാതെ നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞ് നിമിഷങ്ങൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ ഇങ്ങനെ കളയുന്നതിനേക്കാൾ നല്ലത് ഓരോ നിമിഷവും ദൈവഹിതത്താൽ ആദരിക്കപ്പെട്ട് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയമുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകാം. ദൈവം കൃപ നൽകട്ടെ. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അയ്യോ എന്നുള്ള പദം ഉച്ചരിക്കാറുണ്ടല്ലേ? അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് വ്യക്തിയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അകറ്റി കളയുന്നതെങ്കിൽ വളരെ ബെസ്റ്റാണ്. കയ്യിൽ നിന്നൊരു വസ്തു താഴെ പോയാൽ നാം പെട്ടെന്ന് അയ്യോ എന്ന് പറയും. ആ സ്ഥാനത്ത് ദൈവമേ, യേശുവേ എന്ന് ഉച്ചരിച്ച് നോക്കുകയാണെങ്കിൽ അത് എത്രയോ നല്ലതാണ്. കർത്താവ് സഹായിക്കട്ടെ. അത്ഭുതവാനാണ് എൻ്റെ ദൈവം, അതിശയമായി എൻ്റെ ഉള്ളിൽ വന്നു, പരിശുദ്ധ വചനത്തിൽ തൊടുന്നതെല്ലാം അത്ഭുതത്തിൻ അതിശയങ്ങൾ, പരിശുദ്ധ വചനത്തിൽ തൊടുന്നതെല്ലാം അത്ഭുതത്തിൻ അതിശയങ്ങൾ. അത്ഭുതവാനാണ് എൻ്റെ ദൈവം. God bless you.